ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് പെട്ടെന്ന് വരികയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് എന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഏതായിരുന്നു? ലെവൽസ് ഓഫ് മാനേജ്മെന്റ് അല്ലേ? മാനേജ്മെന്റിന്റെ ലെവൽസ്. മാനേജ്മെന്റിന് എത്ര ലെവൽസാണ് ഉള്ളത്? മാനേജ്മെന്റിന് 3 ലെവൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? ടോപ്പ് ലെവല്, മിഡിൽ ലെവല്, ലോവർ ലെവല്. ഈ 3 ലെവലുകളിലും ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ ഫങ്ഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. അത് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കും കൂടെയാണ് ഇന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഏതാണ്? ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ളതാണ്. എന്താണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്? എന്താ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് എന്തായിരിക്കും? ഒരു മാനേജർ എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യുന്നത് അതിന് തന്നെയാണ് എന്ത് പറയുന്നത്? മാനേജറുടെ ഫംഗ്ഷൻ. അപ്പൊ അതിന് തന്നെയാണ് എന്ത് പറയുന്നത്? മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് എന്നും പറയുന്നത്. അല്ലേ? ഒന്ന് നോക്കി നോക്കാം നമുക്ക്. The activities or elements which a manager perform is called functions of management. The activities or elements which a manager perform is called management function. ഒരു മാനേജർ എന്താണോ ചെയ്യുന്നത് അതിനാണ് എന്ത് പറയുന്നത്? മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഒരു മാനേജർ ചെയ്യുക എന്ന് നമ്മൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഞാൻ ഒരു കഥ പറഞ്ഞത് ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? നിങ്ങൾക്ക് ഒരു ടൂറ് പോകുന്ന സിറ്റുവേഷന് അല്ലെ? ആ ടൂറ് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്നിട്ട് അതായിട്ട് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു മീനിങ് പറഞ്ഞു തന്നിരുന്നു. ഒരു മാനേജ്മെന്റിന്റെ മീനിങ് എന്താ? മാനേജ്മെന്റിന്റെ മീനിങ്ങിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നത് മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ്. അല്ലെ? മാനേജ്മെന്റിന്റെ ഈ 5 പ്രോസസ്സുകളെ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 5 കാര്യങ്ങൾ തന്നെയാണ് മാനേജർക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഈ 5 കാര്യങ്ങൾ തന്നെയാണ് മാനേജറുടെ ഫംഗ്ഷനും. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ തന്നെയാണ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസും. മനസ്സിലായോ? ഏതൊക്കെയാണ് 5 കാര്യങ്ങള്? ഒന്ന് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ്. റൈറ്റ്. എന്നാൽ പ്രോസസ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്, ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഏതിന്റെ? മാനേജ്മെന്റിന്റെ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാണ്? ഈ 5 കാര്യങ്ങൾ തന്നെയാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ് എന്നുള്ളതാണ്. അല്ലെ? ഇതിന്റെയൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നിരുന്നു. നമുക്ക് ഓരോന്ന് നോക്കിയൊക്കെ അല്ലെ? ഏതാ ഫസ്റ്റ് പ്രോസസ്? ഏതാ? പ്ലാനിങ് എന്നുള്ളതാണ്. മാനേജ്മെന്റ് ഫംഗ്ഷൻ ഏത് തന്നെയാണ്? പ്ലാനിങ് എന്നുള്ളത്. എന്താ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതിനാണ് അല്ലെ? നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന്റെ മുമ്പ് ആ കാര്യത്തെ കുറിച്ച് നമ്മൾ പല കാര്യങ്ങളും മുൻകൂട്ടി തീരുമാനിക്കും. ആ കാര്യത്തെയാണ് എന്ത് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും അതിന്റെ മീനിങ് പറയാം? പ്ലാനിങ് ഈസ് എൻ ഇന്റലക്ച്വൽ പ്രോസസ്, തിങ്കിങ് ബിഫോർ ഡൂയിങ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇന്റലക്ച്വൽ പ്രോസസ് ആണ്. കാരണം നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് അല്ലെ? പ്ലാനിങ് ഈസ് എൻ ഇന്റലക്ച്വൽ പ്രോസസ്, തിങ്കിങ് ബിഫോർ ഡൂയിങ്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ആ കാര്യം എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, എവിടെ ചെയ്യണം, എപ്പോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. It is a deciding in advance. Planning is deciding in advance what is to be done, who is to be done, how is to be done, when it is to be done. It is an intellectual process, thinking before doing. അപ്പൊ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എല്ലാ കാര്യവും എന്ത് ചെയ്യണം? അതിന് മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. എന്തിനാ ഈ പ്ലാൻ ചെയ്യുന്നത്? എന്തിനു വേണ്ടി ഈ പ്ലാൻ ചെയ്യുന്നത്? നമ്മൾക്ക് ഭാവിയിലെ അനിശ്ചിതത്വങ്ങളൊക്കെ ഒഴിവാക്കി കാര്യങ്ങളെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? പ്ലാനിങ് വേണം. ഞാൻ നേരത്തെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ടൂർ പോകുമ്പോൾ വ്യക്തമായിട്ടൊരു പ്ലാൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും?
നമ്മളുടെ ടൂർ ആകെ പോകാം. കാരണം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒന്നും കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല. എന്നാൽ കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യവും വളരെ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ കഴിയും. സോ പ്ലാനിങ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ഗോ. നമ്മളിപ്പോ എവിടെയാണോ ഉള്ളത്, ഇനി നമ്മൾ എവിടേക്കാണോ എത്തേണ്ടത്, അത് തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്യുന്നത് ഏതാണ്? പ്ലാനിങ് ആണ്, അല്ലെ? ഇത് നമുക്ക് ഈ 5 ചാപ്റ്ററുകളും, അതായത് ഈ 5 ഫംഗ്ഷനുകൾ നമ്മൾക്ക് ഓരോരോ ചാപ്റ്ററുകളായിട്ട് ഈ സബ്ജക്റ്റിൽ നമ്മൾക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇത്ര പ്ലാനിങ്ങിൽ മനസ്സിലാക്കി വെക്കുക. മനസ്സിലായോ? ദെൻ രണ്ടാമത്തെ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആണ് ഓർഗനൈസിങ്. എന്താ? ഓർഗനൈസിങ്. ഫസ്റ്റത്തത് പ്ലാനിങ്, രണ്ടാമത്തത് ഓർഗനൈസിങ്. എന്താ ഓർഗനൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സംഘാടനം, അല്ലെ? പ്ലാനിങ് എന്ന് പറഞ്ഞാല് ആസൂത്രണം, ഓർഗനൈസിങ് എന്ന് പറഞ്ഞാല് സംഘാടനം. എന്താ സംഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നമ്മൾ പ്ലാൻ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആരൊക്കെയാണ് വേണ്ടിയിട്ടുള്ളത്, ആരൊക്കെ ഏതൊക്കെ ചുമതലകൾ വഹിക്കണം, അല്ലെ? ദെൻ അതിനെന്തൊക്കെ മറ്റു കാര്യങ്ങളാണ് വേണ്ടത്, ഇതിനൊക്കെ സംഘടിപ്പിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? സംഘാടനം എന്ന് പറയുന്നത്. അപ്പൊ ഓർഗനൈസിംഗിന്റെ മീനിങ് നിങ്ങൾ ശ്രദ്ധിച്ചോളി. ഓർഗനൈസിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് ടു ബി അണ്ടർടേക്കൺ ഇൻ an organization to achieve organizational objectives. മനസ്സിലായോ? ഐഡന്റിഫൈങ് ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് to be undertaken in an organization and establishing the relationship among to achieve various objectives. എന്താണ് പറഞ്ഞാൽ ഐഡന്റിഫൈങ് ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് ഇൻ an organization. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ? ഐഡന്റിഫൈങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കല്ലേ, ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് ടു ബി അണ്ടർടേക്കൺ ഇൻ an organization. ഒരു സ്ഥാപനത്തിൽ എന്തെല്ലാം ജോലികളാണ്, എന്തെല്ലാം ആക്ടിവിറ്റികളാണ് ചെയ്തു തീർക്കാനുള്ളത് അല്ലെങ്കിൽ ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ഐഡന്റിഫൈ ചെയ്യാം. ആൻഡ് ഗ്രൂപ്പിംഗ്. എന്താ ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ? സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിൽ അതിനെന്ത് ചെയ്ത് തിരിക്കുക? തരം തിരിക്കുക, ഗ്രൂപ്പാക്കി തിരിക്കുക. അതാണ് ഐഡന്റിഫൈങ് ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് to be undertaken in an organization and establishing the relationship among to achieve ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. അങ്ങനെ ഈ തലങ്ങളിലൊക്കെ ആരൊക്കെയാണ് വേണ്ടത്? ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. എന്താ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ? ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ ആരൊക്കെ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്, ആരൊക്കെ ആരുടെയൊക്കെ മേലുദ്യോഗസ്ഥനാണ്, ആരൊക്കെ ആരുടെയൊക്കെ കീഴുദ്യോഗസ്ഥനാണ് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, റിലേഷൻഷിപ്പിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഓർഗനൈസിംഗ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഒരു ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ ഇത്ര മനസ്സിലാക്കി വെക്കുക. ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിലെ ഏതെല്ലാം ആക്ടിവിറ്റികളാണോ അവിടെ ചെയ്യാനുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക, അതിനൊക്കെ തരം തിരിച്ചു വെക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ആരൊക്കെയാണ് ഓരോരോ പദവിയിൽ ഇരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ റിലേഷൻഷിപ്പിനൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കുന്ന, എന്തിനു വേണ്ടിയിട്ട്? ആ സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവിനെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ഫംഗ്ഷനാണ് സ്റ്റാഫിംഗ് എന്നുള്ള ഫംഗ്ഷൻ. മൂന്നാമത്തേതാണ് സ്റ്റാഫിംഗ്. ഇപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്തു, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊസിഷനുകളൊക്കെ നമ്മളിങ്ങനെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് ഓർഗനൈസിംഗിലൂടെ. ഇനി എന്താ ചെയ്യേണ്ടത്? സ്റ്റാഫിംഗ്. ഈ പൊസിഷനിലേക്ക് ആളുകൾ എന്ത് ചെയ്യണം? പുട്ട് ചെയ്യണം, അല്ലെ? ആളുകളെ സ്ഥാപനത്തിലെ ഓരോ ജോലിയിലേക്കും ആളുകളെ നിയമിക്കുന്ന അല്ലെങ്കിൽ ആളുകളെ കണ്ടെത്തി നമ്മൾ നിയമിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്റ്റാഫിംഗ്, അല്ലെ? സ്റ്റാഫിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് പുട്ടിംഗ് പീപ്പിൾ ടു വേരിയസ് ജോബ്സ് എന്ന് പറയുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റാഫിംഗിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സ്ഥാപനത്തിൽ ഏതെല്ലാം ജോലികളാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി അവിടേക്ക് എത്ര ആളുകളെ, ഏത് തരത്തിലുള്ള, എന്ത് ക്വാളിഫിക്കേഷനുള്ള ആളുകളെയാണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി ഈ ആളുകളെ എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത് കണ്ടെത്തി അവരെ ഈ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ച്, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ ആപ്ലിക്കേഷനുകളിൽ നിന്നും നമ്മൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള
ആളുകളെ നമ്മൾ തെരഞ്ഞെടുത്ത് അവരെ ജോലിയിലേക്ക് നിയമിച്ച് അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ ഇവാലുവേഷനൊക്കെ നടത്തി അവരിൽ ആരാണോ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്, ആരാണോ അവിടെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതെന്നൊക്കെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള റെമഡിയൽ ആക്ഷൻസ് ഒക്കെ കൊടുത്ത് അവർക്ക് സാലറി വേജ് ഒക്കെ കൊടുക്കുന്ന ആ ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുട്ടിംഗ് പീപ്പിൾ ടു വേരിയസ് ജോബ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിലെ വ്യത്യസ്ത തലങ്ങൾ അലങ്കരിക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് വേണ്ട രീതിയിലുള്ള റൈറ്റ് പേഴ്സൺസിനെ റൈറ്റ് ടൈമിൽ അവിടെ എന്ത് ചെയ്യാം, നമ്മൾ നിയമിക്കുക എന്നുള്ളതിനാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് നമുക്ക് എന്തുണ്ട്, ഒരു ചാപ്റ്റർ ആയിട്ട് വിശദമായിട്ട് പഠിക്കാനുണ്ട്. നേരത്തെ പഠിച്ചിട്ടുള്ള ഓർഗനൈസിംഗ് നമുക്ക് എന്തുണ്ട്, ഒരു ചാപ്റ്ററിനായിട്ട് വിശദീകരിച്ച് പഠിക്കാനുണ്ട്. ദെൻ ഇപ്പൊ 3 ഫംഗ്ഷനുകൾ പഠിച്ചു: പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫ്. ഇനി അടുത്തത് ഏതാ? ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് എന്നുള്ള ഫംഗ്ഷനാണ് മാനേജറുടെ മാനേജ്മെന്റിന്റെ അടുത്ത ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ്. എന്താ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡയറക്റ്റിംഗ് പറഞ്ഞാൽ എന്താ? ഇപ്പൊ എന്താ ഉള്ളത്? ഇപ്പൊ എവിടെ നമ്മളുള്ളത്? നമ്മൾ ആസൂത്രണം ചെയ്തു, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടെത്തി, അതൊക്കെ വളരെ പ്ലാൻഡ് ആയിട്ട് വെച്ചു. സ്ഥാപനത്തിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആരൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ ഓർഗനൈസിങ്ങിലൂടെ നമ്മൾ കണ്ടെത്തി. സ്റ്റാഫിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്തു? അതിലേക്ക് ആളുകളെ നിയമിച്ചു. ഇപ്പൊ ആളുകളൊക്കെ സ്ഥാപനത്തിൽ റെഡിയാണ്, പക്ഷെ അവർക്ക് എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ഐഡിയ ഒന്നുമില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? മാനേജർ അവർക്ക് എന്ത് കൊടുക്കണം? ഡയറക്ഷൻ കൊടുക്കണം. എന്താ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡയറക്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്റ്റിംഗ്, ഗൈഡിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്, സൂപ്പർവൈസിംഗ്, ലീഡിംഗ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിലുള്ള വർക്കേഴ്സിന് മാനേജേഴ്സ് എന്ത് ചെയ്യാം? അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം, അവരെ ഗൈഡ് ചെയ്യാം, അവരെ മോട്ടിവേറ്റ് ചെയ്യാം, അവരെ ലീഡ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്നത്? ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. ഡയറക്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് instructing, guiding, leading, motivating, counseling people in an organization to achieve organizational objective എന്നുള്ളതാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള, അപ്പൊ അവിടെ സ്റ്റാഫിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്തതിന് ശേഷം അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? നിർദ്ദേശങ്ങൾ കൊടുക്കുക, അല്ലെ? അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ കൗൺസിൽ ചെയ്യാം, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, ജോലി ചെയ്യാനും വേണ്ടിയിട്ട് അവരെ പല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാം. മനസ്സിലായോ? ദെൻ അവരെ ഗൈഡ് ചെയ്യുക, അവരെ ലീഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ മാനേജറുടെ 5 ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്. ഇനി 1 മോർ ഫംഗ്ഷൻ കൂടെ ഉണ്ട്. ഏതാണ്? കൺട്രോളിംഗ്. എന്താ കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ? കൺട്രോൾ ചെയ്യാന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ എന്താണ്? കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്ഥാപനത്തില് നമ്മൾ ആദ്യം മുൻകൂട്ടി പല കാര്യങ്ങളും ചെയ്യണമെന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവില്ലേ? അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് നമ്മൾ അന്ന് തീരുമാനിച്ച പോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺഫോമിംഗ് ഓർ എൻഷുറിംഗ് actual activities are according to the planned activities. നമ്മൾ ആക്ച്വൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് പ്ലാൻ ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെയാണ് എന്നുള്ളത് കൺഫേം ചെയ്യുന്നതിനാണ് ആക്ച്വൽ ആക്ടിവിറ്റീസ് ആർ കൺഫേം ടു ദ പ്ലാൻഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞത്. അതിനാണ് എന്താ പറയുന്നത്? കൺട്രോളിങ്. അപ്പൊ എങ്ങനെ ഇവിടെ കൺട്രോൾ ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ, ഫസ്റ്റ് പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്ഥാപനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് ചെയ്തത്, ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പ്ലാനിങ്ങിലൂടെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നത് നമ്മൾ മുൻപ് പ്ലാൻ ചെയ്തതുപോലെ തന്നെയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുകയാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ അയാൾ എന്ത് ചെയ്യും? മാനേജർ എന്ത് ചെയ്യും? ആരെങ്കിലും ഈ പ്ലാൻ ചെയ്ത രീതിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ, വ്യതിചലിച്ചു പോകുന്നുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്ത് എവിടേക്ക് തന്നെ കൊണ്ടുവരണം? നമ്മളുടെ പ്ലാൻഡ്
ആക്ടിവിറ്റിക്ക് തന്നെ കൊണ്ടുവരണം. ഇതിനാണ് എന്ത് പറയുന്നത്? കൺട്രോളിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വൽ ആക്ടിവിറ്റീസ് ആർ കൺഫോം ടു ദ പ്ലാൻഡ് ആക്ടിവിറ്റീസ്. അവിടെ പ്ലാൻഡ് ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുമോ? എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യാം? കാരണം നമുക്ക് ഒരു സ്റ്റാൻഡേർഡില്ല കൺട്രോൾ ചെയ്യാൻ. പക്ഷെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൺട്രോൾ ചെയ്യാം? ആ രീതിയിലാണോ, നമ്മൾ അന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള രീതിയിലാണോ ഇപ്പൊ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാൻ കഴിയും. കാരണം ആ പ്ലാൻ ചെയ്തിരുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവരോട് പറയാം, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, നിങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യൂ, ഇതാണ് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള വഴി എന്നുള്ള രീതിയിൽ അവരെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഒരു സംഗതി കൂടെ ഉണ്ട്, കോർഡിനേഷൻ എന്ന് പറയുന്ന സംഗതി ഉണ്ട്. കോർഡിനേഷൻ ഈസ് ദ എസെൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കോർഡിനേഷൻ ഈസ് ദ എസെൻസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ എസെൻസ് ആണ്, അത്രയും കാതലായിട്ടുള്ള ഒരു ഭാഗമാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള 5 ഫംഗ്ഷനും വളരെ കൃത്യമായിട്ട് പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഏത് വേണം? കോർഡിനേഷൻ വേണം. ഈ കോർഡിനേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇതോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളുടെ അവസാനം. അപ്പോൾ കോർഡിനേഷൻ എന്നുള്ളത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.